നമുക്കിവിടെ കാണിക്കാനുള്ളത് ഒരു സിമ്പിൾ ഗ്രാഫ് ഹാമിൽട്ടോണിയനാണ്. ഈഫ് ആൻഡ് ഓൺലി ഇഫ് അതിൻ്റെ ക്ലോഷർ ഹാമിൽട്ടോണിയൻ ആണെങ്കിൽ, ഹാമിൽട്ടോണിയൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ഗ്രാഫിൽ എല്ലാ വേർട്ടിസസിനെയും ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിൽ നമുക്കൊരു സൈക്കിൾ വരക്കാൻ പറ്റുക. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹാമിൽട്ടോണിയൻ എന്ന് പറയുന്നത്. ക്ലോഷർ എന്ന് പറയുന്നത് നമ്മുടെ ഗ്രാഫിലേക്ക് നോൺ അഡ്ജസൻ്റ് ആയിട്ടുള്ള രണ്ട് വേർട്ടിസസിനെ എടുക്കുന്നു, അതിനെ ഡിഗ്രി നമ്മളങ്ങ് സം ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ യു വി എന്ന് പറയുന്ന രണ്ട് വേർട്ടിസസ് ആണെങ്കിൽ ഡിഗ്രി ഓഫ് യു പ്ലസ് ഡിഗ്രി ഓഫ് വി എന്ന് പറയുന്നത് നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് വേർട്ടിസസ് എത്രയുണ്ടോ നോക്കൂലേ. ഈ ഗ്രാഫിൽ ചിലപ്പോൾ 10 ആയിരിക്കും, 20 ആയിരിക്കും. അപ്പോൾ എത്ര നമ്പർ ഓഫ് വേർട്ടിസസ് ഉണ്ടോ അതിനേക്കാളും ഈക്വലോ വലുതോ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അവരൊരു എഡ്ജ് വെച്ച് കണക്ട് ചെയ്യാം. ഇതിനാണ് നമ്മൾ ക്ലോഷർ എന്ന് പറയാം. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഈ ക്ലോഷറിൽ ഇപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രാഫ് എന്ന് വിചാരിക്കുക. ക്ലോഷറിൽ ഇതാണ് നമ്മുടെ ആ ഗ്രാഫിലെ സൈക്കിൾ കേട്ടോ. ഇനി ക്ലോഷറിൽ എന്താ ചെയ്യുന്നത്, എഡ്ജുകളെ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. എഡ്ജുകളെയാണ് ആഡ് ചെയ്യുന്നത്, വേർട്ടക്സുകളെയല്ല. അപ്പോൾ ഇത് ഹാമിൽട്ടോണിയൻ ആണെങ്കിൽ, നമ്മുടെ ഗ്രാഫ് ഹാമിൽട്ടോണിയൻ ആണെങ്കിൽ അതിലേക്ക് എഡ്ജസുകൾ ആഡ് ചെയ്തതെന്ന് വിചാരിച്ച്, എഡ്ജുകളുടെ നമ്പർ ആഡ് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് അത് ഹാമിൽട്ടോണിയൻ ആവാതിരിക്കുമോ? ഇല്ലല്ലോ. അത് ഹാമിൽട്ടോണിയൻ എന്ന് പറഞ്ഞാൽ ആ സൈക്കിളിൽ എല്ലാ വേർട്ടക്സുകളും ഇൻക്ലൂഡ് ആവണം, അത്രേ അതിൽ കണ്ടീഷനുള്ളൂ. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ എന്ത് ചെയ്യും, അത് ക്ലോഷർ ആയിക്കഴിഞ്ഞാലും സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ ഹാമിൽട്ടോണിയൻ ആണെങ്കിൽ അതെന്തായിരിക്കും, ക്ലോഷർ ആയിരിക്കും. ഇനി തിരിച്ച് ക്ലോഷർ ആണെങ്കിൽ അത് ഹാമിൽട്ടോണിയൻ ആയിരിക്കും, തീർച്ചയായിട്ടും. ക്ലോഷർ ആണെങ്കിൽ അത് ഹാമിൽട്ടോണിയൻ ആവൽ നിർബന്ധമാണ്. അപ്പോൾ ഇതിൽ പ്രൂഫിൽ ആകെ ഇത്ര മാത്രമേ പറയുന്നുള്ളൂ, ക്ലോഷറിൻ്റെ ഡെഫിനിഷൻ മാത്രമേ പറയുന്നുള്ളൂ. ഇനി ക്ലോഷർ ഇപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. ഇപ്പോൾ ഇത് എക്സാമിന് എഴുതേണ്ടതില്ല, മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറയാം. ഇപ്പോൾ ഇതൊരു ഗ്രാഫ്, ഇതൊരു ക്ലോഷറാണല്ലോ. ഇതിലേത് നോൺ അഡ്ജസൻ്റ് വേർട്ടിസസ് നമ്മൾ എടുത്തു കഴിഞ്ഞാലും അതെന്തായിരിക്കും, അതിൻ്റെ ഡിഗ്രി സം എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വി ആയിരുന്നു. അത് നമ്മൾ കണക്ട് ചെയ്തു. ഇനി ഇതിൽ പോസിബിൾ ആയിട്ടുള്ള ഇതിൻ്റെ സിമ്പിൾ ഗ്രാഫുകൾ ഏതൊക്കെയാണ്? ഇപ്പോൾ ഇത് പോസിബിളാണ് അല്ലേ. ഇതിലിപ്പോൾ ഒരു സൈക്കിളൊന്നുമില്ല, ഹാമിൽട്ടോണിയൻ ഇല്ല. ഇത് ഹാമിൽട്ടോണിയൻ ആണല്ലോ, ആണ്. ഈ ഒരു സിമ്പിൾ ഗ്രാഫിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ഒരു ക്ലോഷർ ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ, നോൺ അഡ്ജസൻ്റ് വേർട്ടിസസിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത്, ഡിഗ്രീൻ്റെ സം എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ വി ആയിരിക്കണം, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വി ആയിരിക്കണം. അതിവിടെ പോസിബിൾ അല്ല അല്ലേ. നോൺ അഡ്ജസൻ്റ് ആയിട്ടുള്ള രണ്ട് വേർട്ടിസസ് നമ്മൾ എടുക്കുകയാണ്, ഡിഗ്രി ഓഫ് യു പ്ലസ് ഡിഗ്രി ഓഫ് വി. അതിന് ഡിഗ്രികളുടെ സം എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കണം, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു നമ്മുടെ നമ്പർ ഓഫ് വേർട്ടിസസ് ആയിരിക്കണം. അപ്പോൾ ഇത് പോസിബിൾ അല്ല. ഇനി നോക്കിയേ, ഇങ്ങനെയാണ് ഞാൻ എടുക്കുന്നത്. ഇത് പോസിബിളാണോ? ഇതും പോസിബിൾ അല്ല, അല്ലല്ലോ. അതേപോലെ നിങ്ങൾ ഏതും എടുത്തു നോക്കൂ. ഇപ്പോൾ ഞാൻ ഇങ്ങനെ വരച്ചു, ഇത് പോസിബിളാണോ? അല്ല. ഇനി ഞാൻ ഇങ്ങനെ വരച്ചു, ഇത് പോസിബിളാണോ? ഇതും പോസിബിളല്ല. എന്നാൽ ഞാനിതാ ഇങ്ങനെ വരക്കുന്നു, ഇത് പോസിബിളാണോ? ആണ്. കാരണം എന്താ, ഇതിൻ്റെ ഇപ്പോൾ ഈ രണ്ട് ടേംസുകൾ എടുക്കാം. ഇത് രണ്ട് നോൺ അഡ്ജസൻ്റ് ആണല്ലോ. ഇതിൻ്റെ ഡിഗ്രി സം എന്താ വരിക, 4 എന്ന് പറയുമ്പോൾ ഇതിൽ ആകെ വേർട്ടിസസ് 4 അല്ലേ. അപ്പോൾ നമുക്കിതിനെ കണക്ട് ചെയ്യാൻ പറ്റും. അതേപോലെ ഈ രണ്ട് ടേംസ് നോക്കി, അപ്പോൾ ഇവനെയും കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഹാമിൽട്ടോണിയൻ ആണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അതേപോലെ ഒരു ഹാമിൽട്ടോണിയൻ സൈക്കിൾ കാണാൻ പറ്റും. സെയിം ഹാമിൽട്ടോണിയൻ സൈക്കിൾ ആയിരിക്കും അല്ലേ. ഇനി ഞാനിതാ ഇങ്ങനെ വേണമെങ്കിലും വരക്കാം കേട്ടോ. ഇങ്ങനെയും കിട്ടും. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ നിന്ന് ഈ ക്ലോഷറിനെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെയാണ്, ഇത് രണ്ട് നോൺ അഡ്ജസൻ്റ് അല്ലേ, ഈ രണ്ട് ടേംസ്, അതിന് ഡിഗ്രി സം എന്താ വരിക, 4. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ഇങ്ങനെ കണക്ട് ചെയ്യാം. അതേപോലെ ഇവരെ രണ്ടുപേരെയും കണക്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ ഹാമിൽട്ടോണിയൻ സൈക്കിൾ എന്ന് പറയുന്നത് എന്താ, ഇതിൽ ഹാമിൽട്ടോണിയൻ സൈക്കിൾ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ക്ലോഷർ ഓഫ് ദി ഹാമിൽട്ടോണിയൻ ആണെങ്കിൽ അതിലെ സിമ്പിൾ ഗ്രാഫുകളും എന്തായിരിക്കും, ഹാമിൽട്ടോണിയൻ ആയിരിക്കും.